Education of Dalits, Historical Background and Present Scenario, presented by Ansalna Fathima, Social Science, roll number 84. സോ നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദളിറ്റ്സിന് സിസ്റ്റമാറ്റിക്കലി എക്സ്ക്ലൂഡഡ് ആയിരുന്നു. അവർക്ക് ഹിസ്റ്ററി തൊട്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റിന് മാത്രം, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അപ്പർ കാസ്റ്റിന് മാത്രം ഉള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ദളിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ സിസ്റ്റമാറ്റിക്കലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തപ്പെട്ടിരുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാത്രമല്ല, അല്ലാതെ സൊസൈറ്റിയുടെ പല സെക്ടേഴ്സിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് പീപ്പിളായിരുന്നു ദളിറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പല എഡ്യൂക്കേഷൻ പോളിസീസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പോഴും ആ ഒരു എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റി, എസ്പെഷ്യലി എമംഗ് ദളിറ്റ്സ് വിമൻ, അത് ഇപ്പോഴും സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് പലതരത്തിൽ കാണാൻ പറ്റും. സ്കൂൾസിലാണെങ്കിലും അതേപോലെ പല പല കാരണങ്ങൾ കൊണ്ടും, പോവർട്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസൊക്കെ കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവുന്നുണ്ട്. കാസ്റ്റ് ബൈസ് പെർസിസ്റ്റ് വിത്തിൻ ദ സ്കൂൾ സിസ്റ്റം, ഡിസ്കറേജിങ് അറ്റൻഡൻസ് ആൻഡ് ലീഡിങ് ടു ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഒരു ജാതി എന്ന് പറയുന്നത് ആ ഒരു ബൈസ് കാരണം അവർക്ക് സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരുടെ അറ്റൻഡൻസും അതുപോലെ ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സും ഒക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. The slow progress shows that legal reforms alone are insufficient without consistent, targeted social and infrastructural efforts. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ, അവരുടെ ഒരു ഹിസ്റ്ററി ഓഫ് ഒറിജിൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഹിസ്റ്ററിക്കൽ സ്റ്റാറ്റസ് അവർക്ക് they were placed at the absolute bottom of the Varna system in India, considered outcast or untouchable. അവരെ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. They were treated as untouchable. And the term scheduled caste is a legal designation created during the British colonial period and enshrined in the Indian Constitution. Today, many members prefer the term Dalit, meaning the oppressed or broken people. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ അവരെ ആർട്ടിക്കിൾ 341 കീഴിലാണ് വെച്ചിരിക്കുന്നത്. അവർക്ക് ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. They have historically suffered from extreme social, educational and economic deprivation due to the practice of untouchability. പിന്നെ അതേപോലെ തന്നെ അവരുടെ the government's primary goal is their socio economic and educational upliftment to achieve true equality. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് അവരുടെ സോഷ്യോ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ അപ്ലിഫ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതുപോലെ ഡോക്ടർ BR അംബേദ്കറാണ് അവരുടെ റൈറ്റ്സിനും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സിനും വേണ്ടി പ്രവർത്തിച്ച ഒരു കീ അഡ്വക്കേറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി അവരുടെ ദളിത് എഡ്യൂക്കേഷൻ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാർക്ക് മുൻപ് തന്നെ അവരുടെ പ്രീ കൊളോണിയൽ ഒരു കാലഘട്ടത്തിന് പ്രീ കൊളോണിയൽ റൂളിൻ്റെ ടൈമിൽ തന്നെ ഈ ഒരു ദളിത് എഡ്യൂക്കേഷൻ ദളിറ്റ്സിന് അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. Education in India was largely reserved for upper caste. അതേപോലെ the traditional caste system ensured that Dalits considered untouchables, and this exclusion was not merely an oversight, it was a deliberate social strategy to keep Dalits in low status occupations and to prevent their upward mobility. അതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹയർ കാസ്റ്റിന് മാത്രം തുറന്നു കൊടുത്തിരുന്ന ഒരു സെക്ടർ ആയിരുന്നു. ഇവരെ ദളിറ്റ്സിനെ അതിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പല പല ലീഗൽ റിഫോംസും അവർക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ ആയിരുന്നു കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്ട് എന്ന് പറയുന്നത്. ലീഗലി അബോളിഷിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് അതർ റൈറ്റ്സ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, അതായിരുന്നു ഈ ആക്ട് കൊണ്ടുള്ളൊരു ഉദ്ദേശം. ഇറ്റ് അബോളിഷ്ഡ് ഡയറക്റ്റ് റെസ്ട്രിക്ഷൻസ് and it is, despite the law, the act had minimal practical effects in its initial years. തുടക്കകാലത്ത് അതിനൊരു ഒരു പ്രാക്ടിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് മിനിമൽ ആയിരുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റിഗ്മ, ഫിസിക്കൽ ഇൻആക്സസിബിലിറ്റി എന്നതൊക്കെ ആയിരുന്നു. അതുപോലെ ഇൻ്റഗ്രേഷൻ ഫെയിലിയറൊക്കെ അത് മിനിമൽ എഫക്റ്റിന് ഒരു കാരണമാണ്. ഇവരുടെ ഡിസ്ക്രിമിനേഷൻ ഇൻ സ്കൂൾസ്, അവർക്ക് സ്കൂളുകളിൽ ഇന്നത്തെ കാലത്തും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും പല പല ന്യൂസിലൊക്കെ റീസെൻ്റായിട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. ദളിറ്റ്സിനെ സ്കൂളുകളിൽ ക്ലാസ് റൂമുകളിൽ നിലത്തിരുത്തുക. They were forced to sit outside and our teachers frequently refused to touch Dalit children, and
Students were often subjected to performing menial degrading chores, and these daily discriminatory practices intentionally reinforced a profound sense of inferiority among them. ഇതൊക്കെ അവർക്ക് എന്താണ് ഇല്ലിറ്ററസിയുടെ കാരണമാണ്. ഇതൊക്കെ റീസെൻ്റായിട്ട് വന്ന ന്യൂസുകളാണ്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കാലഘട്ടം എടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഇനീഷ്യേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി കൊണ്ടുവന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. അവർക്കും ഈക്വാളിറ്റി ഉണ്ട്, അവർക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്. അതേപോലെ ഗവൺമെൻറ് ഫോക്കസ്ഡ് ഓൺ പ്രൈമറി എഡ്യൂക്കേഷൻ, തുടക്കകാലത്ത് പ്രൈമറി എഡ്യൂക്കേഷനിലാണ് ഗവൺമെൻറ് പ്രാധാന്യം കൊടുത്തത്. അതേപോലെ പോളിസി ഫോക്കസ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഗ്രാജുവലി ഷിഫ്റ്റഡ് ടു മിഡിൽ സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ആൻഡ് ദിസ് ഷിഫ്റ്റ് ലെഫ്റ്റ് മെനി റൂറൽ ആൻഡ് ദളിത് കമ്മ്യൂണിറ്റീസ് അണ്ടർ സെർവ്ഡ്. While overall Dalit literacy increased, a significant gap in enrollment rates between Dalits and upper caste persisted, reflecting ongoing social and infrastructural barriers. എന്തൊക്കെയായിരുന്നെങ്കിലും അതിലൊരു പെർസിസ്റ്റൻ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവരുടെ എൻറോൾമെൻറ്റ് റേറ്റ്സിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 1980 തൊട്ട് 2000 വരെ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോഗ്രസിൻ്റെ കാലഘട്ടമായിരുന്നു. ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവരുടെ എഡ്യൂക്കേഷനിൽ നടന്നിരുന്നത്. ദളിറ്റ്സിൻ്റെ എൻറോൾമെൻറ്റ് ഗെയിൻസ് ആണെങ്കിലും വളരെ ദളിത് ഗേൾസിൻ്റെ ആണെങ്കിലും ഹൈ റെക്കോർഡ് ആണെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ പോളിസി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇൻ്റർവെൻഷൻസ് ലൈക്ക് സ്കോളർഷിപ്സ് ആൻഡ് അഫർമേറ്റീവ് ആക്ഷൻ ഓഫൺ ഫെയിൽഡ് ടു ടാക്കിൾ ദ ഡീപ്പർ റൂട്ട് ബാരിയേഴ്സ് ആൻഡ് പെർവസീവ് ഡിസ്ക്രിമിനേഷൻ, ക്രോണിക് പോവർട്ടി, ലാക്ക് ഓഫ് ക്രൂഷ്യൽ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അതിനൊരു കാരണമായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 കമ്മീഷനാണ് ദേബർ കമ്മീഷൻ ആൻഡ് കൊതാരി കമ്മീഷൻ. ദേബർ കമ്മീഷൻ എന്ന് പറയുന്നത് മെയിൻലി ട്രൈബ്സിനെ ഫോക്കസ് ചെയ്തിട്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫോർ ദ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അവരുടെ കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് അൺഈവൻ ഡെവലപ്മെൻറ്റ് എമംഗ് എസ്റ്റേറ്റ്സ്, അതേപോലെ അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ദ മോസ്റ്റ് ഐസൊലേറ്റഡ് ആൻഡ് ബാക്ക്വേർഡ് ഗ്രൂപ്പ്സ് ആസ് പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ്, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. അതേപോലെ അവർ കുറച്ച് എഡ്യൂക്കേഷൻ റെക്കമെൻഡേഷൻസ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ട് വന്ന മെയിൻ ഒരു കമ്മീഷനായിരുന്നു കൊതാരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രം 1964 to 66. അവരുടെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോർ ഇക്വിറ്റി ആയിരുന്നു. ദി പ്രപ്പോസ്ഡ് കോമൺ സ്കൂൾ സിസ്റ്റം വെയർ ഓൾ ചിൽഡ്രൻ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ഓർ വെൽത്ത് വുഡ് അറ്റൻഡ് ദ സെയിം നെയ്ബർഹുഡ് സ്കൂൾ. അതായിരുന്നു ഇതിൻ്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ആയിരുന്നു അതിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. പിന്നെ 21st സെഞ്ച്വറിയിൽ ദളിത് എഡ്യൂക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഇന്നും ഒരു ക്വാളിറ്റി ആൻഡ് ഈക്വിറ്റി ഗ്യാപ്പ് നമുക്ക് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻറ്റേർണൽ എക്സ്ക്ലൂഷൻ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ദളിത് സ്റ്റുഡൻസ് ദേ ഫേസ് സോഷ്യോ സൈക്കോളജിക്കൽ എക്സ്ക്ലൂഷൻ ഇൻസൈഡ് ദ ക്ലാസ് റൂം ഇറ്റ് സെൽഫ്. നമുക്ക് രോഹിത് വെമില പോലെയുള്ള സൂയിസൈഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഒരു ന്യൂസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പല കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ ലേണിംഗ് പോവർട്ടി അതും ഒരു വലിയ കാരണമാണ്. അതേപോലെ ട്രാക്കിംഗ് ആൻഡ് സ്ട്രീമിംഗ്. ദളിത് സ്റ്റുഡൻസ് ആർ ഓഫൺ ഇൻവോളണ്ടറിലി ട്രാക്ഡ് ഇൻ ടു ലെസ് കോമ്പറ്റേറ്റീവ് നോൺ അക്കാഡമിക് ഓർ വൊക്കേഷണൽ സ്ട്രീംസ് ആഫ്റ്റർ 10, ലിമിറ്റിംഗ് ദിയർ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എലൈറ്റ് പ്രൊഫഷൻസ്. ദെൻ ഫെയിലിയർ ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻസ്, അതും ഒരു വലിയ ഘടകമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പും അതേപോലെ ഫണ്ട്സും ഗ്രാൻസും ഒക്കെ അതിൻ്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി, അതിൻ്റെ ഒരു ഫെയിലിയർ, അവരുടെ ഡിലേ ഇൻ ഫണ്ട്സ് ഓർ ഡിസ്പേഴ്സ്മെൻറ്റ്, അതൊക്കെ അവരുടെ എഡ്യൂക്കേഷനെ ഒരു വലിയ ബാരിയറാണ്. ദളിത് എഡ്യൂക്കേഷൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ബാരിയേഴ്സാണ് ഈ ഫെയിലിയർ ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതും ഇപ്പം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ, ഹയർ യൂണിവേഴ്സിറ്റീസിലൊക്കെ ദളിത്സ് ഫേസ് ചെയ്യുന്നത് ഫ്രം സ്കൂൾസ് ഇറ്റ് സെൽഫ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സ്കൂളുകളിൽ നിന്ന് തൊട്ട് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ വരെയാണെങ്കിലും ദേ വർ ഫേസിങ് മെനി പ്രോബ്ലംസ് സച്ച് ആസ് ക്യാമ്പസ് ക്ലൈമറ്റൊക്കെ അവർക്ക് ഒരു ഹോസ്റ്റൽ ക്യാമ്പസ് ക്ലൈമറ്റൊക്കെ അവർക്ക് ഒരിക്കലും സ്യൂട്ടബിളായി മാറണമെന്നില്ല. അതേപോലെ ഫാക്കൽറ്റി റെപ്രസെൻറ്റേഷൻ ആണെങ്കിലും അണ്ടർ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്രം ദളിത് കാറ്റഗറി. ഗേറ്റ് കീപ്പിംഗ് അറ്റ് PhD ലെവൽ, they often face subtle but rigid gatekeeping during PhD admission ആണെങ്കിലും റിസർച്ച് ഇവാലുവേഷൻ ആണെങ്കിലും അവർ പല സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ ഡെഫിഷ്യൻസീസ്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്
നിലവിൽ കൊണ്ടുവരുമ്പോഴേക്കും അവരെ കൺസിഡർ ചെയ്യാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ ഡിവൈഡ് വലിയൊരു കാരണമാണ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഡിജിറ്റൽ ആക്സസ് കിട്ടുന്നില്ല ദളിത്സിന് ICT പോലുള്ള ഫെസിലിറ്റീസിലേക്ക്. അതൊരു വലിയ കാരണമാണ്, അവരുടെ എഡ്യൂക്കേഷണൽ ബാരിയറാണ്. ഇനി റെക്കമെൻഡേഷൻസ് നമുക്ക് പറയാൻ സാധിക്കുന്നത് സ്റ്റോപ്പ് ക്ലാസ് റൂം ബൈസ്, അവർക്കെതിരെയുള്ള ക്ലാസ് റൂം ബൈസൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഫിക്സ് സ്കോളർഷിപ്പ് ഡിലേ, അതേപോലെ മാൻഡറ്ററി സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, എക്സ്പാൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, fill reserved faculty seats from their category, bridge the digital gap and provide subsidized free digital devices and internet access to all eligible CSE students, upgrade rural school. അതൊക്കെ എന്താണ് ഇത് അതിൻ്റെ സ്ട്രെങ്തൻ ഗ്രീവൻസ് സെൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, റെക്കമെൻഡേഷൻസ് ആണ്, റെഫറൻസസ് ആണ്. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who is known as the main advocate for Dalit education and social equality in India? Answer, B.R. Ambedkar. The term Dalit refers to which section of Indian society? Answer, B. Marginalized and oppressed caste. Question number 3. Which act during British rule helped to reduce caste-based educational restrictions? Answer, B. Caste Disabilities Removal Act 1850. Which article of the Indian Constitution directs the state to promote the educational and economic interest of scheduled caste? Answer, C. Article 46. The Protection of Civil Rights Act 1955 primarily focused on? Answer, B. Abolishing untouchability and caste discrimination. One of the first post-independence educational initiatives for Dalits was? Answer, B. Introduction of reservation in educational institutions. The National Policy on Education 1968 emphasized? Answer, A. Equal educational opportunities for all, including scheduled caste. Which government scheme provided meals to children to increase school enrollment and attendance? Answer, B. Midday meal scheme. Assertion, recent question. Assertion, reservation policies have improved Dalit participation in higher education. Reason, the Constitution guarantees reserved seats for scheduled caste in educational institutions. Answer, both A and R are true and R is the correct explanation of A. Question number 10. Assertion, Dalits still face educational inequality in India. Reason, socio-economic barriers and caste-based discrimination continue to limit access to quality education. Answer, both A and R are true and R is the correct explanation of A. Thank you.